16% പോളിംഗ് എത്തിയിട്ടുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ മണ്ഡലങ്ങളിലെല്ലാം യുവാക്കളുടെ വലിയ നിര തന്നെ പല സ്ഥലത്തും കാണാനാവും. നമ്മളോടൊപ്പം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തന്നെ ചേരുന്നുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിന്റെ ഒരു വർധനവ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? വോട്ടേഴ്സിനെല്ലാം നമ്മൾ ഇന്നലെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. മഴയുടെ കാലാവസ്ഥാ പ്രവചനം ഉച്ചകഴിഞ്ഞ് മഴ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യണം കൊടുത്തിട്ടുണ്ട്. ജനങ്ങളത് സ്വീകരിച്ച് രാവിലെ തന്നെ വന്ന് പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നതാണ് കാണുന്നത്. കൃത്യമായി ജനം അവരുടെ അവകാശം വിനിയോഗിക്കുകയാണ്. കൊല്ലത്ത് ഞങ്ങൾക്കുള്ളത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ബാലഗോപാൽ ജയിക്കും. 2004 കേരളത്തിലുടനീളം ആവർത്തിക്കുന്നതാണ് ഇന്ന് ചുവരെഴുത്ത് മനസ്സിലാക്കാൻ കഴിയും. ഈ നീണ്ട പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിന് അനുകൂലമായി തീരുമോ? തീർച്ചയായും. നമ്മുടെ നാടിൻ്റെ വെല്ലുവിളി ജനങ്ങൾ തിരിച്ചറിയാണ്. വർഗീയതയ്ക്കെതിരെ, അക്രമത്തിനെതിരെ രാജ്യത്ത് നിരപേക്ഷ ഗവൺമെൻറ് രാജ്യത്ത് ഉയർന്നു വരാൻ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന ജനകീയ ബദൽ ദേശീയ തലത്തിൽ ഉയരാൻ കേരളത്തിലെ ജനങ്ങൾ തികഞ്ഞ ജാഗ്രത അവകാശം വിനിയോഗിക്കുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം കൂടാൻ സാധ്യത? കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ 7 നിയോജക മണ്ഡലങ്ങളിലും ഏതൊക്കെ മണ്ഡലങ്ങളിൽ പോളിംഗ് കൂടും? ഭൂരിപക്ഷത്തിലും എല്ലാം പോളിംഗ് കൂടാനാണ് സാധ്യത. കാരണം ജനങ്ങൾ അത്ര സജീവമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.